അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാങ്ങേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്? അപ്പോൾ ആദ്യമേ വാങ്ങേണ്ട ഡോക്യുമെന്റ് ആണ് റിലീവിംഗ് ലെറ്റർ. നമ്മൾ ആ ഒരു കമ്പനിയുടെ ഭാഗമായും ആ ഒരു പൊസിഷനിൽ നിന്നും റിലീവായി എന്ന് കമ്പനി തന്നെ അക്നോളജ് ചെയ്യുന്ന ഒരു ലെറ്റർ ആണത്. പിന്നെ രണ്ടാമത്തത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കേഷൻ. നമ്മൾ ആ ഒരു കമ്പനിയുടെ ഭാഗമായി എത്ര നാൾ അവിടെ വർക്ക് ചെയ്തു. പിന്നെ മൂന്നാമത്തത് സാലറി സ്ലിപ്പ്. യൂഷ്വലി എല്ലാ കമ്പനീസും ഒരു 3 മാസത്തെ സാലറി സ്ലിപ്പാണ് തരാറ്. പക്ഷെ ചില സമയത്ത് ചില കമ്പനിയിൽ നമ്മൾ ഓൺ ബോർഡ് ആവുന്നതിന്റെ ഭാഗമായിട്ട് അവർ 6 മാസത്തെ സാലറി സ്ലിപ്പും ചോദിക്കാറുണ്ട്. അപ്പൊ എപ്പോഴും സേഫ് സൈഡ് 6 മാസത്തെ സാലറി സ്ലിപ്പ് ചോദിച്ച് വാങ്ങുന്നത് തന്നെയാണ്. പിന്നെ ഈ മൂന്നെണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതിന് ശേഷം അതിന് കൂടാതെ നമ്മൾ അഡീഷണലി കളക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലത് എന്ന് തോന്നുന്ന ഒരു 3-4 ഡോക്യുമെന്റ്സും കൂടി ഉണ്ട്. അതിനകത്തൊന്ന് നമ്മൾ റിസൈൻ ചെയ്യുമ്പോൾ നമ്മുടെ മെയില് HR അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ, ആ ഒരു അക്സെപ്റ്റൻസ് ലെറ്റർ. പിന്നെ ഫുൾ ആൻഡ് ഫൈനൽ സെറ്റിൽമെന്റ്സിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഫോം 16, അതുപോലെ നോൺ ഡ്യൂസ് സർട്ടിഫിക്കേഷൻ NOC പോലെ, അതുപോലെ നമ്മുടെ PF-ന്റെയും UAE-ന്റെയും സർട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ്. ഇത്രയാണ് നമ്മൾ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ വാങ്ങേണ്ട സർട്ടിഫിക്കേഷൻസ്. പിന്നെ അതിനേക്കാളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നല്ല രീതിയിൽ നല്ല ടേംസിൽ ഒരു കമ്പനിയിൽ നിന്ന് ഇറങ്ങുക. ആൻഡ് അത് പറയാനൊരു കാരണമുണ്ട്, അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.